വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിച്ച് കയ്പമംഗലം നിയോജക മണ്ഡലം എംഎൽഎ കെ വത്സരാജിന്റെ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു. SSLC, +2 ഉൾപ്പെടെയുള്ള പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും 100% വിജയം നേടിയ വിദ്യാലയങ്ങൾക്കുമാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. കയ്പമംഗലം നിയോജക മണ്ഡലം എംഎൽഎ കെ വത്സരാജ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരങ്ങളുടെ വിതരണവും അനുമോദന സമ്മേളനവും മതിലകം സാൻജോ ഓഡിറ്റോറിയത്തിൽ നടന്നു. കെ വത്സരാജ് എംഎൽഎ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്ര വർമ്മ മുഖ്യാതിഥിയായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MLA ET ടൈസൺ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, PTA, PEC ഭാരവാഹികൾ, പൊതുപ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കയ്പമംഗലം മണ്ഡലത്തിലെ SSLC, +2, VHSC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും LSS, USS, ന്യൂമാർട്സ് വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം സർവീസിൽ നിന്ന് വിരമിച്ച മണ്ഡലത്തിലെ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. മെഡൽ, മൊമെന്റോ, വൃക്ഷത്തൈ എന്നിവയാണ് വിജയികൾക്കും ആദരിക്കപ്പെട്ടവർക്കും സമ്മാനമായി നൽകിയത്. വിദ്യാഭ്യാസ മികവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം കൂടി പകർന്നു നൽകുന്നതായിരുന്നു ചടങ്ങ്. വിവിധ സംഘടനകളുടെയും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നിരവധി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സർവീസ് സഹകരണ ബാങ്കുകളും വായനശാലകളും ക്ലബ്ബുകളും എന്തിനേറെ യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളെല്ലാം പ്രാദേശികമായും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള അനുമോദന പരിപാടികളും ആദര സമ്മേളനങ്ങളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മുന്നോട്ട് പോകാൻ വലിയ പ്രചോദനമാകുന്ന, കരുത്ത് പകരുന്ന ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൂടുതൽ ഉയർന്ന പഠന മേഖലകളിലൊക്കെ ആ വിജയം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും കൂടുതൽ മെച്ചപ്പെട്ട വിജയം കരസ്ഥമാക്കാനും അവർക്ക് ഇത്തരത്തിൽ ജനങ്ങൾ നൽകുന്ന, സമൂഹം നൽകുന്ന പിന്തുണയും ആദരവും അനുമോദനങ്ങളെല്ലാം കാരണമാകും എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.